കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഏൽപ്പിച്ച് യേശു കർത്താവ് എരിഹോവിൽ നിന്ന് കടന്നു പോകുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ. അവൻ വഴിയരികിലിരിക്കുകയാണ്, കണ്ണ് കാണത്തില്ല, ഭിക്ഷയാചിക്കുകയാണ്. തന്റെ ജീവിതം വഴിയരികിലാണ്, കണ്ണ് കാണാൻ വയ്യ, യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അവനോട് മിണ്ടാതിരിപ്പാൻ പറഞ്ഞു. അവൻ വിചാരിച്ചു ഇനി നടക്കത്തില്ല, എങ്കിലും യേശുവേ ദാവീദ് പുത്ര എന്ന് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, കർത്താവ് നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറയാം. ഇന്ന് ചിലരോട് പരിശുദ്ധമോ പറയുന്നു, കർത്താവ് ചില ഏരിയയിൽ നിനക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, നീ നിലവിളിക്കുന്ന ചില വിഷയത്തിന്റെ മുമ്പിൽ ധൈര്യപ്പെടുക. അവര് പറഞ്ഞ് ധൈര്യപ്പെടുക, ഗുരു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് ചിലരോട് പറയുന്നു ധൈര്യപ്പെടുക. ബൈബിൾ പറയുന്നു, കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തി. ആ വഴി യാത്രയിൽ പിന്നെ അവൻ അവിടെ കിടന്നില്ല. കർത്താവിനെ അനുഗമിക്കാൻ തക്കവണ്ണം അവൻ കിടന്ന അവസ്ഥയെ എന്റെ കർത്താവ് മാറ്റിയെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ചിലതിനോട് ദൈവം പറയുന്നു, നാളുകളായി കിടക്കുന്ന അവസ്ഥയെ ദൈവം മാറ്റും. യെസ് 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 അത് രോഗമാകാം, അത് പ്രതികൂലമാകാം, അത് പ്രതിസന്ധികളാകാം, അതിനെ മാറ്റാൻ കർത്താവ് നിൽക്കും. ഈ നിമിഷം അഭ്യർത്ഥിയുമായി വിളിച്ചതുപോലെ കർത്താവ് ഏത് ഏരിയയിലാണ് കരുണ തോന്നുന്നത്? നിന്റെ ഏത് അന്ധകാരത്തിലാണ് ദൈവം തുറണ്ടത്? നീ നാളുകളായി ഇരിക്കുന്ന ഏത് വഴിയരിയുടെ വിഷയമാണ് എന്റെ കർത്താവ് വിടിവിച്ച് നിന്നെ അവിടെ എഴുന്നേൽപ്പിക്കേണ്ടത്? ദൈവം പറയുന്നു, നാളുകളായി നീ കിടക്കുന്ന വഴിയരികിൽ നിന്നും ഈ ദിവസങ്ങളിൽ നീ ഒരു ശബ്ദം കേൾക്കാൻ പോകുക. ധൈര്യമായിരിക്കുക, ഗുരു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഈ നിമിഷം വരെ നീ യേശുവിനെ വിളിച്ചു, ഈ മണിക്കൂർ വരെ നീ യേശുവിനെ വിളിച്ചു. പക്ഷെ തിരിച്ച് നീ ഒരു ശബ്ദം കേൾക്കാൻ പോകുക, ഗുരു നിന്നെ വിളിക്കുന്നു. ദൈവം ആരോട് പറയുന്നു, ഈ നിമിഷങ്ങളിൽ ഒരു സീസൺ തുറക്കാൻ പോകുക, ദൈവം നിന്നെ വിളിക്കാൻ പോകുക. ഇതുവരെയും നീ കർത്താവിനെ വിളിച്ചു, ഇതുവരെയും നീ കേട്ടത് നിന്റെ നിലവിളിയുടെ ശബ്ദം തന്നെ നിന്റെ കാതിൽ കേട്ടത്. പക്ഷെ ഒരു പുതിയ സീസൺ ദൈവം തുറക്കാൻ പോകുക, ഒരു പുതിയ മണ്ഡലം ദൈവം തുറക്കാൻ പോകുക. ഗുരു നിന്നെ വിളിക്കാൻ പോകുന്നു, യേശു നിന്നെ വിളിക്കാൻ പോകുന്നു. ധൈര്യമായിരിക്കുക, നിന്റെ കെട്ടടിയുന്നു, നിന്റെ അന്ധകാരം മാറുന്നു, നിന്റെ വഴിയരികെ മാറുന്നു, നിനക്ക് മുന്നേറ്റം വെളിപ്പെടുന്നു. യേശു വിശ്വസിക്കുന്നു, പ്രാപിച്ചു.